നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, എനിക്ക് ഇത്ര സംസാരം കേൾക്കുന്നതിന് താല്പര്യമുള്ള കാര്യമില്ല. സോ പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറ. ഇങ്ങനെ ധൃതി വയ്ക്കാതിരിക്കൂ. പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ആരാണെന്ന് വെളിപ്പെടുത്താതെ ഒരു കോളും അറ്റൻഡ് ചെയ്യാനോ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറയും, പക്ഷെ അതിപ്പോഴല്ല. ഒരിക്കൽ നമ്മൾ മുഖാമുഖം കാണാം. ആ എങ്കിലേ അപ്പൊ സംസാരിക്കാം. വാട്ട് ദ ഹെൽ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? കൂൾ ഡൗൺ. ഞാൻ ഉപദ്രവിക്കാൻ വിളിച്ചതല്ല. സംസാരിച്ച് സമയം ദീർഘിപ്പിക്കുന്നുമില്ല. മനഃപൂർവ്വം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മിസ്റ്റർ ചാണ്ടിയുടെ ആഗ്രഹത്തിന്റെ തടസ്സമായി. ഏത് മിസ്റ്റർ ചാണ്ടി? അതുകൊള്ളാം. നിങ്ങൾക്കറിയില്ലേ ചാണ്ടിച്ചായനെ? അദ്ദേഹത്തിന്റെ മോഹങ്ങൾ അറിയില്ലേ? അതൊന്നും അന്വേഷിക്കലല്ല എന്റെ ജോലി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട അത് പറ. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ചാണ്ടിച്ചായന്റെ മരണം കൊലപാതകമാണ്. അത് ചെയ്തത് നിങ്ങളാണോ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ നിന്റെ പിറകിൽ തന്നെയുണ്ട് ശിവദാസ. നോൺസെൻസ്. എന്തായി സാറേ, എനിക്ക് നേരത്തെ അറിയായിരുന്നു ഈ ചാണ്ടിച്ചായനെ. കൊണ്ടുവരുമ്പോഴേ എനിക്ക് ആളെ മനസ്സിലായി. പക്ഷെ ഇവിടെ എത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് മരിച്ചുപോയി. ഉറപ്പാണോ? ആള് മരിച്ചുപോയോ? ഞാൻ എന്തിനാ സാറേ കള്ളം പറയുന്നത്? ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാ. അതിനുശേഷം മോർച്ചറിലേക്ക് മാറ്റിയത്. ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാറിന് ബോഡി കാണണമെന്ന് നിർബന്ധമുണ്ടോ? അതെ, ഒന്ന് കാണണം. സാറേ, മോർച്ചറിക്കകത്തേക്ക് അങ്ങനെ ആരെയും കയറ്റാൻ പാടില്ലാത്തതാ. ആരും അറിയില്ല. ഞാനൊന്ന് തുറക്ക്. ശരി. താനോട് നോക്കി. സാറേ, ആ ടേബിളിലായിരുന്നു കിടത്തിരുന്നത്. അവിടുന്ന് എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. എന്നാലും എങ്ങോട്ടായിരിക്കും അത്? അത് ഞാനല്ലല്ലോ പറയേണ്ടത്, നിങ്ങളല്ലേ. ചാണ്ടിച്ചാന്റെ മൃതദേഹം എവിടെ? ഈ ഹോസ്പിറ്റലുകാരാ സമാധാനം പറയേണ്ടത്. ഹലോ പ്രിൻസേ, മോർച്ചറിയിൽ ഒരു ടേബിൾ ഒഴിവുണ്ടല്ലേ? അതവിടെ കിടക്കട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കായിട്ട് അത് ആവശ്യം വരും. സത്യം പറയടാ, ചാണ്ടിച്ചാന്റെ ബോഡി എവിടെ? അതറിഞ്ഞില്ലേ? പോസ്റ്റ്മോർട്ടം ഒക്കെ ഫിനിഷ് ചെയ്തു. ബോഡി കൊണ്ടുപോകുന്നു ഞാൻ. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. ഉണ്ട്. ഇത് ചതി തന്നെയാ. എടാ പ്രിൻസേ, ചാണ്ടിച്ചായന്റെ ഡെഡ് ബോഡി പോലും നിങ്ങൾ ആരെയും ഞാൻ കാണിക്കില്ല. നിങ്ങളെ ആരെയും എന്നല്ല, ബന്ധുക്കളെ പോലും. എനിക്ക് വേണം, എന്റെ കൂടെ വേണം ചാണ്ടിച്ചായൻ. ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്തിനാണെന്നറിയാവോ? നിങ്ങളെ ഓരോരുത്തരെയായിട്ട് അതുപോലെ കിടത്തി ചാണ്ടിച്ചായനെ കാണിക്കാൻ കൊണ്ടുവരും. ഓരോരുത്തരുടെയും ബോഡി ഇതുപോലെ വേണ്ടപ്പെട്ടവരെയോ നാട്ടുകാരെയോ കൂട്ടുകാരെയോ കാണിക്കാതെ പൊക്കിയിരിക്കും ഞാൻ. ജീവനോടെയല്ല, ഇതുപോലെ. എന്താ സാറേ? ഒരു അനോണിമസ് കോളിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ സതീഷിനോട്? അവനാ നിസ്സാര സമയത്തിനുള്ളിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇതിന് ഔദ്യോഗികമായ രേഖകളൊക്കെ ഇല്ലേ? അതൊക്കെ കഴിയണ്ടേ? എനിക്കറിയില്ല സതീശ. ചുറ്റുപാടും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്.
സാർ ഇവിടുത്തെ സർജൻ ഡോക്ടർ തോമസ് ആണ്. ചോദിച്ചാൽ വിവരം അറിയാൻ പറ്റില്ലേ? പറ്റും, പറ്റണം. നിഗൂഢമായി എന്തോ നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നവനാവൻ. മുന്നിൽ നിൽക്കുന്നത് താൻ പറഞ്ഞ ഈ ഡോക്ടർ തോമസ് ഉൾപ്പെടെ ആരൊക്കെയാണ്. അതറിയേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. രവിചന്ദ്ര, കുറച്ച് വെള്ളം വേണോ? ഇത് നിന്റെ അവസാനത്തിന് വായിലേക്ക് ഒഴിച്ചു തരുന്ന വെള്ളം ആവരുത്. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ എന്റെ മോള് ഞങ്ങളുടെ കസ്റ്റഡിയിൽ വരണം. നിങ്ങളുടെ കയ്യിൽ അവളെ കിട്ടിയ നിങ്ങൾ അവളെ പിച്ച് ചിന്തിക്കൊല്ലും, അതെനിക്കറിയാം. ഞാനായിട്ട് എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കില്ല. അപ്പൊ നിനക്ക് നിന്റെ ജീവനി കൊതിയില്ല അല്ലേ? ഉണ്ട്, ജീവിച്ചിരിക്കണമെന്ന് മോഹമുണ്ട്. പക്ഷേ എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രധാനം എന്റെ മോളുടെ ജീവനാ. അപ്പോ നീ ഇവിടെ കിടന്ന് ചാവാൻ തീരുമാനിച്ചു അല്ലേ? രവിചന്ദ്ര, നിന്നെ കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ നിന്റെ മകളുടെ ജീവൻ എനിക്ക് വേണം. ഇങ്ങനെയല്ലാതെ അവളെ തീർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അത് വേണ്ടെന്ന് വെച്ചതാ. കൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കാനും ചെയ്തു തീർക്കാനും ചില കണക്കുകൾ ബാക്കിയുണ്ട്. കൂടെ നടന്ന പ്രിൻസ് പോലും അറിയാതെ ചാണ്ടിച്ചായനുമായി അവളുണ്ടാക്കിയ ചില ഡീലുകൾ, ചതിക്കുഴികൾ, അതിന്റെ സത്യങ്ങൾ അറിയണം. എന്ത് സത്യങ്ങൾ? അത് ഞാൻ ചെന്ന് ചോദിക്കാം അവളോട്. അത് നടക്കില്ല രവിചന്ദ്ര. അങ്ങനെയൊന്നും വീഴുന്ന പെണ്ണല്ല അവളെന്ന് എനിക്കറിയാം. ഇതേയുള്ളൂ പോംവഴി. ഇന്ന് നിന്നെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ അവൾക്ക് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നീ ഒന്ന് സംസാരിക്കണം അവളോട്. വന്ന് കാണാനുള്ള സ്ഥലം ഞാൻ പറഞ്ഞു കൊടുക്കാം അവളോട്. എന്നിട്ടും വന്നില്ലെങ്കിൽ നീ പോകാൻ തയ്യാറായിക്കോളൂ. ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി.